ഒസബാത്തി കുത്തുബിൻ 7 കിതാബുകളിലും ഫിൽ മഖ്സൂദ് ബിദ്ദാത്ത് അടിസ്ഥാനപരമായി ഉദ്ദേശിക്കപ്പെടുന്ന 7 കിതാബുകളിലും തൃപ്തമാകുന്നു ജമ്മുൽ ജവാമിന്. അപ്പോൾ മുഖദ്ദിമ അൽ മുഖദ്ദമ മുഖദ്ദിമാത്തിലും പിന്നെ 7 കിതാബുകളും, ആ 7 കിതാബുകളും 7 അധ്യായങ്ങൾ 7 ചാപ്റ്ററുകൾ നടത്തും. അത് അതിൽ പരാമർശിക്കപ്പെടുന്നത് ഫിൽ മഖ്സൂദ് ബിദ്ദാത്ത്, ആ 7 കിതാബിൽ ഇതിലാണ് അടിസ്ഥാനപരമായി ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ. അതായത് ഉസൂൽ ഫിഖ്, ഉസൂൽ ദീൻ, തസവൂഫ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. തസവൂഫ് ആകുമ്പോൾ ഖാത്തിമിയാവും. ഖംസത്തുൻ ഫി മബാഹിസ് അദില്ലത്തിൽ ഫിഖ്ഹി, ഖംസത്തുൻ ഫി മബാഹിസ് അദില്ലത്തിൽ ഫിഖ്ഹി. ഈ 7 എണ്ണത്തിൽ 5 എണ്ണമാവുന്നത് ഫിഖ്ഹിൻ്റെ തെളിവുകളെ ബഹസ് ചെയ്യുന്നതിലാണ് 5 കിതാബുകളുള്ളത്. ആ ഫിഖ്ഹിൻ്റെ തെളിവുകൾ എന്ന് പറഞ്ഞാൽ എത്ര തെളിവുകളാണ്? അൽ ഖംസത്ത്, 5 ഫിഖ്ഹിൻ്റെ തെളിവുകൾ. ഫിഖ്ഹിനെ നിർദ്ധാരണം ചെയ്തെടുക്കപ്പെട്ടിട്ടുള്ള ഫിഖ് എന്നുള്ള ഈ കർമ്മശാസ്ത്ര വിജ്ഞാന ശാഖ എവിടെ നിന്നും ഫുഖഹാക്കൾ, ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാർ കണ്ടെത്തിയെടുത്തു. അതാണ് ഇതിൻ്റെ തെളിവുകൾ. മനസ്സിലായില്ലേ? ആ തെളിവുകൾ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. ആ 5 എണ്ണം ബഹസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5 ചാപ്റ്ററുകൾ. മനസ്സിലായില്ലേ? ഓരോ ചാപ്റ്ററിലും ഓരോ തെളിവുകളെ കുറിച്ചുള്ള ബഹസുകൾ വരും. ഏതാണ് 5 ഫിഖ്ഹിൻ്റെ തെളിവുകൾ? അൽ കിതാബു, ഒന്ന് കിതാബാണ്, വിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ നിന്നും ആണെന്താണ് ഹുക്മുകൾ പറയുന്ന ആയത്തുകളിൽ നിന്നും അതാതിൻ്റെ ഫിഖ്ഹിൻ്റെ തെളിവുകൾ കണ്ടെത്തും കേട്ടോ. അപ്പോൾ സുന്നത്തും അടുത്തതാണ്, സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കേട്ടോ ആണ് രണ്ടാമത്തേത്. അപ്പോൾ ഇജ്മാഉ, അടുത്ത ഫിഖ്ഹിൻ്റെ തെളിവ് ഏതാണ്? ഇജ്മാ ആണ്, മുസ്ലിം പണ്ഡിതരുടെ ഏകോപന തീരുമാനം. മുസ്ലിം പണ്ഡിതരുടെ ഏകോപന തീരുമാനം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്തിൻ്റെ തന്നെ തീരുമാനമാവും. അപ്പോൾ അവരെല്ലാം ഇജ്മാ ആയിരിക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഇജ്മാ ആയിരിക്കുന്ന തീരുമാനങ്ങൾ, അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഫിഖ്ഹിൻ്റെ തെളിവായി. ഫിഖ്ഹിയായിട്ട് മസല സ്ഥിരപ്പെട്ടു. ആണ് ഇജ്മാ മൂന്നാമത്തെ തെളിവ്. അതുപോലെ ഖിയാസു, അഞ്ചാമത്തെ തെളിവ് എന്ന് പറഞ്ഞാൽ ഖിയാസാണ്. ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമം ദീനിൽ വന്നു, ഹറാമെന്നോ ഹലാലെന്നോ വാജിബെന്നോ നിയമം വന്നു. അപ്പോൾ അതേ കാരണമുള്ള ഒരു വിഷയം പിന്നീടുണ്ടാകുമ്പോൾ ഈ കാരണത്തെ ചൊല്ലിയാണ് ആ നിയമം അന്ന് വന്നത്. അപ്പോൾ അതേ കാരണമുള്ള ഇതെന്താണ്? ആ നിയമത്തിന് ബാധകമാകുന്നത് ആണ് ഖിയാസ്. മനസ്സിലായില്ലേ? അങ്ങനെ ഖിയാസ് താരതമ്യം ചെയ്ത് നിയമത്തെ എന്താണ് ഉൽപ്പാദിപ്പിച്ചെടുക്കുക. മനസ്സിലായില്ലേ? ആ പ്രക്രിയയും എന്താണ് ഫിഖ്ഹിൽ ഒരു നിയമം വരുന്നതിനുള്ള അടിസ്ഥാനമാണ്, തെളിവാണ്. മനസ്സിലായില്ലേ? അങ്ങനെ 5 തെളിവുകളാണ് എന്താണ് ഫിഖ്ഹിൻ്റെ തെളിവുകളായിട്ടുള്ളത്. അതിനെ ബഹസ് ചെയ്യുന്നതാണ് ഈ 5 കിതാബുകളും കേട്ടോ. ഇനി അപ്പോൾ ഇസ്തിദ്ലാൽ, പിന്നെന്താണ് അടുത്തതാണ് ഇസ്തിദ്ലാലാണ്. അതിനെ തെളിവ് തേടി കണ്ടെത്തുന്ന ശൈലി, രൂപം. മനസ്സിലായില്ലേ? അപ്പോൾ കിതാബ്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇസ്തിദ്ലാൽ, 5ാമത്തെ വിഷയം അതാണ്. മനസ്സിലായില്ലേ? തെളിവ് തേടി കണ്ടെത്തുന്ന വിഷയം കേട്ടോ. ആ തെളിവ് തേടി കണ്ടെത്തി, ആ തെളിവിനെ അടിസ്ഥാനത്തിൽ തെളിവ് തേടി കണ്ടെത്തിയിട്ട് അതിൽ നിന്നും കിട്ടിയ നിയമമായിട്ട് ഫിഖ്ഹിൻ്റെ ഹുക്മുകൾ വരുന്ന നിലപാടും അതും ഫിഖ്ഹി ലോകത്തെന്താണ് തെളിവുകളുടെ കൂട്ടത്തിൽ തെളിവായിട്ട്, തെളിവിൻ്റെ ഇടമായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതുമാണ് ഈ 5 ഫിഖ്ഹിൻ്റെ തെളിവുകൾ: കിതാബ്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇസ്തിദ്ലാൽ കേട്ടോ. അപ്പോൾ സാദിസു, 6ാമത്തേത് തആദുലി വ തറാജിഹി. തആദുല്, തറാജിഹ്, ഈ വിഷയത്തിലാണ് 6ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ കിതാബ് എന്ത് ചെയ്യുന്നത്, കുടികൊള്ളുന്നത്. അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതാണ്. ബൈന ഹാദിഹിൽ അദില്ലത്തി, ഈ തെളിവുകളുടെ ഇടയിലുള്ള തആദുല് തറാജിഹി, ആ വിഷയമാണ് എന്ത് ചെയ്യുന്നത് 6ാമത്തേതിൽ. ഇപ്പം സബയത്ത് കുത്തുബ് പറഞ്ഞല്ലോ, അതിൽ 5 എന്താണ് 5 ഫിഖ്ഹിൻ്റെ തെളിവുകളെ സംബന്ധിച്ച് പരാമർശിക്കുക എന്ന് പറഞ്ഞു. ഇനി 6ാമത്തെ കിതാബ് എന്താണ്? തആദുല് തറാജിയാണ്. ഈ തെളിവുകളുടെ ഇടയിലുള്ള തറാജിയാണ്. ഇന്ത തആറുദിഹ, എപ്പോഴാണ് തആദുൽ തറാജിന് ആവശ്യം വരുന്നത്? ഇവകൾ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമാവുന്ന ഘട്ടത്തിൽ. ചിലപ്പോൾ ആയത്തുകളിൻ്റെ പ്രത്യക്ഷമായ അറിവ് നോക്കുമ്പോൾ ആ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടാൽ തആറുദ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. മനസ്സിലായില്ലേ? ചില ഹദീസുകളെടുത്ത് പരിഗണിക്കുമ്പോൾ
ആ പറയപ്പെട്ട ഹദീസും ഈ പറയപ്പെട്ട ഹദീസും എന്താണ് തയ്യാറുള്ളതായിട്ട് തോന്നും. അങ്ങനെ അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയവുമായിട്ട് വന്നിരിക്കുന്ന ഹദീസുകൾ, ഈ വിഷയമായിട്ട് വന്നിരിക്കുന്നതായ ആയത്തുകൾ, ഈ വിഷയമായിട്ട് വന്നിരിക്കുന്ന മറ്റുള്ള തെളിവുകൾ പരസ്പര വൈരുദ്ധ്യമാവുന്ന ഘട്ടത്തിൽ ഇതിലേതാണ് മികച്ചത്? തെളിവുകളുടെ കൂട്ടത്തിൽ ഏതാണ് മികച്ചത്? മനസ്സിലായില്ലേ? അതാണ് തറാജി, താദുൽ. ഇപ്പോൾ ഇവയെ തമ്മിൽ എന്താണ് ബന്ധപ്പെടുത്തി നോക്കുക. ഇവയെ കൂടുതൽ പരിഗണിക്കേണ്ടത് ഏതിനെയാണ്? മനസ്സിലായില്ലേ? അപ്പോൾ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതായ വിഷയങ്ങൾ, കൂടുതൽ മുന്തിയ സ്ഥാനം കൊടുക്കേണ്ടതായ വിഷയങ്ങൾ ചില ഹദീസുകൾക്ക് കൂടുതലും ചെറുതിന് കുറവായിരിക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള പരിഗണന വച്ച് നോക്കുമ്പോൾ ഈ തെളിവുകളുടെ ഇടയിൽ പരിഗണന കൂടിയതും കുറഞ്ഞതും ഉണ്ടാവും. അവയെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, അതിൻ്റെ ചുറ്റുവട്ടങ്ങളും അതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് അതിനെ കണ്ടെത്തിയെടുക്കേണ്ടത്, ഈ വിഷയ സംബന്ധമായിട്ട് പ്രതിപാദിക്കുന്ന ചാപ്റ്ററാണിത്, 6ാമത്തെ. മനസ്സിലായല്ലോ? അതാണ് താദുൽ തറാജിയും. ഈ തെളിവുകളുടെ ഇടയിൽ വൈരുദ്ധ്യം പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടുമ്പോൾ ഇവയ്ക്കിടയിലുള്ള സ്ഥാനവും ഉയർച്ചയും താഴ്ചയും ഇവ തമ്മിലുള്ള കിടപിടിക്കുന്ന ആ ഒരു രീതി എപ്രകാരമാണ് ഇവയെ സ്ഥാനം മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന ആ ചാപ്റ്ററാണ് 6ാമത്തെ ചാപ്റ്റർ. വസാദിസു ഫി തആദുലി വതറാജി ബൈന ഹാദിഹിൽ അദില്ലത്തി ഇൻദ തആറുലിഹ. വസാബിയു 7ാമത്തേത് ഫിൽ ഇജ്തിഹാദി അർറാബിതു ലഹ. 7ാമത്തേതിലാണ് ഫിൽ ഇജ്തിഹാദിനെ കുറിച്ചാണ് 7ാമത്തെ ചാപ്റ്റർ ബയാൻ ചെയ്യുന്നത്. ഇതാ അർറാബിതു ലഹ, ഇവയോട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ആയത്തുകളായാലും ഹദീസുകളായാലും ഇജ്മാ ആയാലും ഖിയാസായാലും ഇസ്തിദ്ലാലായാലും ഈ വക വിഷയങ്ങളെ ഫിഖ്ഹിൻ്റെ തെളിവുകളായി ഉൾക്കൊണ്ടുകൊണ്ട് അവയിൽ നിന്ന് ഫിഖ്ഹിൻ്റെ ഹുക്കുമുകൾ, ഫിഖ്ഹിൻ്റെ ഹുക്കും, അർഫ നോമ്പ് സുന്നത്താണെന്നോ എന്നൊരു വിധിയാണല്ലോ. മുഹറത്തിലെ 9ഉം 10ഉം എന്താവുന്നു? സുന്നത്താകുന്നു. റമദാനിലെ നോമ്പ് എന്താവും? നിർബന്ധമാകുന്നു. സുന്നത്തല്ല, നിർബന്ധം തന്നെയാണ്. ഇന്നുള്ള ഫിഖ്ഹിൻ്റെ ഓരോ നിയമങ്ങൾ, ഈ വിധികൾ, അത് വിലക്കുകളും, മദ്യം കഴിക്കൽ ഹറാമാകുന്നു, വ്യഭിചരിക്കൽ ഹറാമാകുന്നു, അങ്ങനെ വിലക്കുകളും, ഇത്തരം കാര്യങ്ങളെ ഈ തെളിവുകളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന ആ ശേഷിക്കാണ് എന്ത് പറയണേ? ഇജ്തിഹാദ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിൽ നിന്നും ഗവേഷണം ചെയ്തെടുക്കാൻ കഴിയുന്ന ആ കഴിവ്, ആ സാമർത്ഥ്യം, ആ ഇജ്തിഹാദിനെ കുറിച്ച് ബയാൻ ചെയ്യുന്നതാണ് 7ാമത്തെ കിതാബ്. മനസ്സിലായി? എന്താണ് ഇജ്തിഹാദ്? ഈ ആയത്തുകളും ഈ ഹദീസുകളും ഇത്തരത്തിലുള്ള ഈ ഫിഖ്ഹിൻ്റെ തെളിവുകളിൽ നിന്നും ഈ ഹുക്കൂമുകളെ ഇസ്തിംബാത്ത് ചെയ്തെടുക്കുന്ന ആ പ്രക്രിയ, ആ ശേഷി, കഴിവ്, അതെന്താണ്? അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് 7ാമത്തെ കിതാബ്. വസാബിയു 7ാമത്തേത് ഇജ്തിഹാദി അർറാബിതു ലഹ, ഈ തെളിവുകളോട് ബന്ധപ്പെട്ട ഇജ്തിഹാദിനെ സംബന്ധിച്ച് ബയാൻ ചെയ്യുന്നതാണ് 7ാമത്തെ കിതാബ്. ബിമദ്ലൂലിഹ, അവയുടെ അർത്ഥങ്ങളെ കൊണ്ട്, ഈ തെളിവുകളോട് ബന്ധപ്പെട്ട ഇജ്തിഹാദ് എന്ന് പറയുമ്പോൾ തെളിവുകളുടെ അർത്ഥങ്ങൾ വഴി ബന്ധപ്പെട്ടത്. തെളിവുകൾ എന്ന് പറയുമ്പോൾ അറബി ലഫ്ലായിരിക്കും ഖുർആൻ, അറബി ലഫ്ലായിരിക്കും ഹദീസ്, ശരിയാണല്ലോ? മനസ്സിലായില്ലേ? അപ്പോൾ ആ ലഫ്ലുകളോട് ഇതിനെന്തില്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞെന്തർത്ഥം? ആ ലഫ്ലുകൾ ഉൾക്കൊള്ളുന്ന അർത്ഥത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതങ്ങനെയല്ലോ, ആ അർത്ഥത്തിലും അതിൻ്റെ ആശയത്തിലുമാണ് എന്ത് ചെയ്യുന്നത്? ചിന്ത പോകുന്നത്. മനസ്സിലായില്ലേ? അതിലാണ് ഗവേഷണം പോകുന്നത്. അറബി മദ്ലൂലിഹ, അവയുടെ അർത്ഥങ്ങളെ കൊണ്ട് ഈ തെളിവുകളോട് ബന്ധപ്പെട്ട ഇജ്തിഹാദിലുമാണ്. പിന്നെ ഈ ഇജ്തിഹാദിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് 7ാമത്തെ കിതാബിൽ പറയുന്നത്. പിന്നെ തഖ്ലീദി, എന്തിനാലാ? തഖ്ലീദിനാൽ, അനുകരിക്കലിനാൽ. നമ്മളെല്ലാം തഖ്ലീദ് ചെയ്യുന്ന ആൾക്കാരാണ്. ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ അബൂ ഹനീഫ കുഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്ന ആൾക്കാരാണ് ഹനഫികൾ. അതുപോലെ ഹംബലികൾ, മാലിക്കികൾ. മനസ്സിലായില്ല? അങ്ങനെ 4 മദ്ഹബുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം എന്താണ്? മുജ്തഹിദായ ഒരു പണ്ഡിതൻ കണ്ടെത്തിയ അഹ്കാമുകളെ അനുസരിച്ച് ജീവിക്കാമെന്ന് തയ്യാറെടുത്തവർ, ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതി സ്വീകരിച്ചവർ ആണ് മുഖല്ലിദീങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹുക്കുമുകളെ അനുകരിച്ച് നിസ്കാരം, നോമ്പ്, ഹജ്ജ് പോലത്തെ കർമ്മങ്ങളും ജീവിതവും ചിട്ടപ്പെടുത്തി പോകുന്ന ആൾക്കാരാണ് മുഖല്ലിദീങ്ങൾ. ആ മുഖല്ലിദീങ്ങളുടെ തഖ്ലീദ്, പിൻപറ്റൽ നടപടി, മനസ്സിലായില്ലേ? അനുകരണ നടപടി, അതെന്താണ്? എന്താണ് തഖ്ലീദ്? തഖ്ലീദ് ചെയ്യുന്നത് എപ്രകാരമാണ്? ആരെയാണ്? അത് എങ്ങനെയാകണം, എങ്ങനെയാകാൻ പാടില്ല? മനസ്സിലായില്ലേ?
ഈ വക വിഷയങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് ഇജ്തിഹാദുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതും ഇവിടെ പരാമർശിക്കുന്നുണ്ട്, 7-ാമത്തെ കിതാബിൽ പരാമർശിക്കുന്നുണ്ട്. ആൽക്കാമിൽ മുക്കല്ലിദീന, പിൻപറ്റുന്ന ഈ അനുകരിക്കുന്ന ആളുകളായ മുക്കല്ലിദീന ആൾക്കാരുടെ ഹുക്കുമുകളെക്കുറിച്ചും ആദാബി കേട്ടോ. അപ്പോൾ ആദാബിൽ ഫിഖിയ, ഫത്വകൾ കൊടുക്കുന്ന ആൾക്കാർ, മനസ്സിലല്ലേ? ഫത്വകൾ കൊടുക്കുന്ന ആൾക്കാരാണ് മുഫ്തി. അങ്ങനെ ഫത്വകൾ കൊടുക്കുന്നതിൻ്റെ എന്താണ് അച്ചടക്ക മര്യാദകൾ. തോന്നിയ മാതിരി എന്ത് ചെയ്യാൻ പാടില്ല, ഫത്വ കൊടുക്കാൻ പാടില്ല. ഫത്വ കൊടുക്കുന്നതിനൊരു മര്യാദയും ഒരു നിഷ്കർഷിക്കപ്പെടുന്നതായ ഒരു വ്യവസ്ഥിതിയുണ്ട്. അതെന്തൊക്കെയാണ്, അതിനെക്കുറിച്ചും ബയാൻ ചെയ്യുന്ന വിശദീകരിക്കുന്നു ഇവിടെ ഈ 7-ാമത്തെ കിതാബിൽ. ഫമാ ലുമ്മയിലേഹി മിൻ ഇൽമിൽ കലാമി, ഫമാ ഒന്നിലുമാണ്, ലുമ്മയിലേഹി ഇതിലേക്ക്, ഈ 7-ാമത്തെ കിതാബിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. ചേർക്കപ്പെട്ട ഒന്നും അവിടെ പരാമർശിക്കപ്പെടുന്നു. ചേർക്കപ്പെട്ട ഒന്നും എന്തിനാലാണ്? മിൻ ഇൽമിൽ കലാമി. എന്തിനാൽ? ഇൽമുൽ കലാമിനാൽ. അൽ മുഫ്തഹി, ഈ ഇൽമുൽ കലാം അതിൻ്റെ പരാമർശം ഈ 7-ാമത്തെ കിതാബിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തിൻ്റെ പരാമർശം തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഈ മസ്അലത്ത് തഖ്ലീദ്. എന്തുകൊണ്ടാണ്? തഖ്ലീദിൻ്റെ മസ്അല കൊണ്ട് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഉസൂലുദ്ദീൻ, ഇവിടെ ഉസൂലുദ്ദീൻ നാല് മദ്ഹബുകൾ പറഞ്ഞു. ഉസൂലുദ്ദീൻ തഖ്ലീദ് അശ്ശരീമാൻ റഹ്മത്തുള്ളാഹി തആല നമ്മൾ തഖ്ലീദ് ചെയ്യുക, മനസ്സിലായില്ലേ? അപ്പോൾ അശ്ശരി ഇമാം, മാതുരിദി ഇമാം, 2 ഇമാമിങ്ങളാണ് ഉസൂലുദ്ദീൻ്റെ വിഷയത്തിൽ, ഇത്തിഖാദിൻ്റെ വിഷയത്തിൽ നമ്മൾ തഖ്ലീദ് ചെയ്യുന്നത്. അപ്പോൾ അവരെ തഖ്ലീദ് ചെയ്യുന്നതിൻ്റെ മസല, ആ വിഷയമായ കാര്യങ്ങളെന്ത്, അതിനെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളാണ് ഈ ചേർക്കപ്പെട്ട കാര്യങ്ങളുടെ തുടക്കം മസല, മനസ്സിലായില്ലേ? തുടക്കമായി കുറിക്കുന്ന മസല അതാണ്. അപ്പോൾ ഈ ഉസൂലുദ്ദീൻ തഖ്ലീദ് പറ്റുമോ ഇല്ലയോ, തഖ്ലീദിൻ്റെതായ വസ്തുതകൾ എന്താണ്, അത് സംബന്ധമായ വിഷയങ്ങളെ കൊണ്ട് ആരംഭം കുറിക്കപ്പെട്ട ഈ 7-ാമത്തെ കിതാബിലേക്ക് ചേർക്കപ്പെട്ട കാര്യവും 7-ാമത്തെ കിതാബിൻ്റെ പരാമർശത്തിൻ്റെ അവസാനത്തിൽ വരുന്നു. അൽ മുഖ്തത്തം, അതെന്താണ്? അവസാനം കുറിക്കപ്പെട്ടിരിക്കുന്നു. ആരംഭം കുറിക്കപ്പെട്ടത് എന്തിനാലാണ്? അത് ഈ മസറത്ത് തഖ്ലീദ് കൊണ്ട് ഈ ഉസൂലുദ്ദീൻ, ദീൻ്റെ ഉസൂലിലുള്ള തഖ്ലീദിൻ്റെ മസല ആരംഭം കുറിക്കപ്പെട്ടു. പിന്നെന്താണ്? അൽ മുഖ്തത്തം, ആ ചേർക്കപ്പെട്ട ഒന്നിനെ എന്താണ് അവസാനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബിമാ യുനാസിബുഹു മിൻ ഖാത്തിമത്തി തസവുഫി, ബിമാ യുനാസിബുഹു, ഈ തഖ്ലീദുമായി ബന്ധപ്പെട്ട ചർച്ചകളോട് യോജിച്ച ഇമാമിങ്ങളെ, മഹത്തുക്കളായ അവരെ അനുകരിച്ച് ജീവിക്കുക എന്നല്ല പറഞ്ഞത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫിഖ്ഹിലൂടെ നമ്മൾ സ്വായത്തമാക്കിയെടുക്കേണ്ടതാണ് തഖ്വയാണ്. അപ്പോൾ തഖ്വ സ്വായത്തമാക്കിയെടുക്കുന്നതിനാണ് ഫിഖ്ഹ് ഉള്ളത്. ഫിഖ്ഹ് നമ്മളെ കൈകാര്യം ചെയ്യുക, നമ്മളതനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ? നമുക്ക് തഖ്വ ഉണ്ടാകലാണ്. തഖ്വയുടെ ലക്ഷ്യം എന്താ? ആഖിറത്തിൽ നമ്മളെന്താണ് രക്ഷപ്പെട്ട് നമ്മൾ വിജയികളായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉപോത്ബലകമായ വലിയൊരു വിജ്ഞാനശാഖയാണ് എന്ത്? തസവ്വുഫ്, മനസ്സിലായില്ലേ? അതാണ് പറയണേ ബിമാ യുനാസിബു, ഈ ഫിഖ്ഹിനോട് യോജിച്ച ഒന്നുകൊണ്ട് അത് അവസാനിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അത് പര്യവസാനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മിൻ ഖാത്തിമത്തി തസവ്വുഫി, എന്തിനാലാണ്? തസവ്വുഫിൻ്റെ ഖാത്തിമത്തിനാൽ, പര്യവസാന കുറിപ്പിനാൽ, മനസ്സിലായില്ലേ? അപ്പം 7-ാമത്തെ കിതാബ് ഇങ്ങനെ ഈ ഇജ്തിഹാദിനെ കുറിച്ചും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാകുന്ന തഖ്ലീദിനെ കുറിച്ചും പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്താണ് ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ എന്നതിനെക്കുറിച്ച് പറയുന്നു. ഈ തഖ്ലീദ് ഉസൂലുദ്ദീനിലുള്ള തഖ്ലീദിനെ കുറിച്ചും പരാമർശിക്കപ്പെടുന്നു. അതിനവസാനത്തിൽ എന്ത് ചെയ്യുന്നു? ഖാത്തിമത്തു തസവ്വുഫ് എന്നാണ് അത് അവസാനിച്ച് കുറിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.